ടെക് ഫോർ ഇന്ത്യ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ എല്ലാ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ഷെയർ ചെയ്തേക്കണേ. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. PVC പൈപ്പ് ഉപയോഗിച്ച് ക്യാബിൻ നിർമ്മിച്ച് നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ ലാപ്ടോപ്പിൻ്റെ പവർ ബാങ്ക് നിർമ്മിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന PVC 3 ഇഞ്ചിൻ്റെ 1.25 അടിയാണ്. ഗ്യാസും വെച്ചിട്ട് നമുക്കിത് ചൂടാക്കിയിട്ട് പതിയെ പരത്തി കൊടുത്ത് പവർ ബാങ്കിൻ്റെ ക്യാബിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇനി ഒരു പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ബ്ലൂ കളർ പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഓട്ടോ പെയിൻ്റാണ്. ക്യാബിൻ സ്ക്രാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഇതിന് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ സ്വിച്ചും DC സോക്കറ്റും ഒക്കെ ഫിക്സ് ചെയ്യാം. അപ്പോൾ ക്യാബിൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 12 വോൾട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനെടുത്തിരിക്കുന്നത് ലിഥിയം ബാറ്ററിയാണ്. ഇത് ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ 100-120 രൂപ ആവും. അതുകൊണ്ട് നമ്മൾ പഴയ സ്ക്രാപ്പ് കടകളിൽ നിന്നും പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി കളക്ട് ചെയ്തിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ബാറ്ററി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 1 mAh എടുക്കുകയാണെങ്കിൽ, അത് 2000 mAhൻ്റെ ബാറ്ററി എടുക്കുകയാണെങ്കിൽ 2000 mAh എടുക്കുക. 3.7 വോൾട്ടിൻ്റെ ബാറ്ററി ആണെങ്കിൽ 3.7 വോൾട്ടിൻ്റെ ബാറ്ററി തന്നെ എടുക്കുക. ഇനി ഞാനിപ്പോൾ ഇതിൽ 10 ആമ്പിയറിൻ്റെ BMS മോഡുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ BMS ബോർഡ് വെക്കാണ്ട് ഇതുപോലത്തുള്ള പവർ ബാങ്ക് ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. നിർബന്ധമായിട്ടും BMS ബോർഡ് വെക്കണം. BMS ബോർഡ് വെച്ചാൽ ഓവർ ചാർജിനെ ഡിസ്ചാർജ് ചെയ്യുകയും അതുപോലെ ബാറ്ററിനെ സേഫ് ആക്കുകയും കുറച്ചും കൂടി ബാറ്ററിക്ക് ലൈഫ് കിട്ടുകയും ചെയ്യും. ഇവിടെ 4 ബാറ്ററി പാരലൽ ചെയ്തിട്ട് 3 സെറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 3 സെറ്റ് സീരീസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ എത്ര mAh വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ബാറ്ററിയുടെ എണ്ണം കൂട്ടിയിട്ട് നമുക്ക് പാരലൽ ചെയ്തിട്ട് ഇതുപോലെ സീരീസിൽ കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ്.
ഇനി BMSൻ്റെ കണക്ഷൻ കൊടുക്കാം. ഇതും എഴുതിയിട്ടുണ്ടാവും 0 എന്ന് എഴുതുന്നുള്ളത് മൈനസ്, അതുപോലെ തന്നെ B1 B2 B3 അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ 0 എന്ന് എഴുതിയത് നമ്മൾ ഈ ബാറ്ററിയുടെ ഫസ്റ്റ് മൈനസ് കൊടുക്കുക. ഈ കൊടുത്ത ബാറ്ററിയുടെ, അതായത് ഈ മൈനസ് കൊടുത്ത ബാറ്ററിയുടെ അടുത്തതല്ല പോസിറ്റീവ്, അത് 3.7ലേക്ക് കണക്ട് ചെയ്യുക. ഇതിൻ്റെ കണക്ഷൻ കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡയഗ്രാം കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കി ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ BMS ബോർഡിൽ നിന്നുള്ള വോൾട്ടേജ് ഏകദേശം 12.60 കാണിക്കുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ നേരിട്ടുള്ള കണക്ഷനിൽ നിന്നും 12.60 തന്നെ കാണിക്കുന്നുണ്ട്. ഇനി ഈ ബാറ്ററി നല്ലവണ്ണം ഇൻസുലേഷൻ ടേപ്പ് ചുറ്റിയെടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ചെയ്യണം. അതായത് ബാറ്ററിയുടെ 2 കണക്ഷൻ കൊടുക്കണ വശങ്ങളൊക്കെ ഷോർട്ട് ആവാൻ ചാൻസ് കൂടുതലാണ്. അതൊക്കെ നോക്കിയതിന് ശേഷം കൊടുക്കുക. എൻ്റെ 2 പ്രാവശ്യം എൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട് ഷോർട്ടായിട്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം. ബാറ്ററി കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് പാരലൽ കൊടുക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. ഷോർട്ടാവാത്ത രീതിയിൽ തന്നെ നോക്കിയും കണ്ടും ചെയ്യുക. ഇനി ഇതിൽ 2 ബക്ക് കൺവെർട്ടർ ഉപയോഗിക്കേണ്ടതുണ്ട്. ഫസ്റ്റത്തേത് ബക്ക് ഡൗൺ കൺവെർട്ടറാണ്. രണ്ടാമത്തേത് ബക്ക് ബൂസ്റ്റർ കൺവെർട്ടറാണ്. ബക്ക് ഡൗൺ കൺവെർട്ടറും ബക്ക് അപ്പ് കൺവെർട്ടറുമാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് ഡൗൺ കൺവെർട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ലാപ്ടോപ്പിൻ്റെ ചാർജർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യുന്നത്. ഇനി കണക്ഷൻ കൊടുക്കാം. ഈ ബാറ്ററിയിൽ നിന്നുള്ള ഈ പ്ലസ് കണക്ഷൻ ഈ പാനലിലെ ഈ സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുക്കുക. ആ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ എടുത്തിട്ട് ഈ ബക്ക് അപ്പ് കൺവെർട്ടറിലേക്ക്, അതിൻ്റെ ഇന്നിലേക്ക് കണക്ഷൻ കൊടുക്കുക. ഈ ബാറ്ററിയിൽ നിന്നുള്ള 2 മൈനസ് കണക്ഷൻ എടുത്തിട്ട് ഈ 2 ബോർഡിലേക്ക് കണക്ഷൻ ചെയ്യുക. ഇനി വീഡിയോ കാണുന്നത് പോലെ ഈ ബക്ക് ഡൗൺ കൺവെർട്ടറിലേക്ക് ഇന്നിലേക്ക് ഇതുപോലെ കണക്ഷൻ കൊടുക്കുക. ഇനി ഡൗൺ കൺവെർട്ടറിൽ നിന്നുള്ള ഇന്നിൻ്റെ കണക്ഷൻ ഇതിലെ പാനലിലെ DC സോക്കറ്റിലേക്ക് സോൾഡർ ചെയ്യുക. ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഇത് ബാറ്ററിയുടെ ചാർജിങ്ങിൻ്റെ കണക്ഷനാണ്. ഇനി ബക്ക് അപ്പ് കൺവെർട്ടറിലേക്ക് 2 വയറെടുത്ത് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു മഞ്ഞയും ഒരു ബ്ലാക്കുമാണ്. ഇത് ഔട്ട്പുട്ട് കണക്ഷനാണ്. ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഔട്ട്പുട്ട് വോൾട്ടേജാണ്. ഇത് സ്വിച്ചിൻ്റെ അടുത്തുള്ള സോക്കറ്റിലേക്ക് സോൾഡർ ചെയ്യുക. ഇനി ഈ പാനിലേക്ക് 2 LED പിടിപ്പിക്കണം. ഇനി ബക്ക് ഡൗൺ കൺവെർട്ടറിലെ ഔട്ടിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യണം. നേരത്തെ ബാറ്ററിയുടെ മൈനസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും കൂടി കൊടുക്കണം. ഇനി ഈ പാനലിൻ്റെ സ്വിച്ചിൽ നിന്നുള്ള കണക്ഷൻ എടുത്തിട്ട് ബക്ക് അപ്പ് കൺവെർട്ടറിലേക്ക്, അതിൻ്റെ ഇന്നിലേക്ക് കൊടുക്കുക. പവർ ബാങ്ക് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി പവർ ബാങ്ക് ഒന്ന് ഓണാക്കി നോക്കാം. പച്ച ഇൻഡിക്കേറ്റർ കത്തിയിട്ടുണ്ട്. ഇനി ഔട്ട്പുട്ട് ചെക്ക് ചെയ്തപ്പോൾ 1940 വോൾട്ടേജ് കാണുന്നത്. അപ്പം വോൾട്ടേജ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം.
19 വോൾട്ടേജിൽ അപ്പോൾ സെറ്റ് ചെയ്യണം. വോൾട്ടേജിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പിലേക്ക് ചാർജ് ചെയ്യാനുള്ള വോൾട്ടേജ് സെറ്റായിട്ടുണ്ട്. രണ്ട് ബോർഡിൻ്റെ ഹീറ്റ് സിങ്ക് തമ്മിൽ മുട്ടാത്ത രീതിയിൽ ഒരു PVCയുടെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നല്ല ലെവലാക്കി ക്യാബിൻ്റെ അകത്തോട്ട് ഇത് കയറ്റി വയ്ക്കാം. ഒരു LED കണക്ഷൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ട് ഇത് ആ ക്യാബിനകത്തോട്ട് കയറ്റി വെക്കാം. ഇനി ബാറ്ററി ചാർജിങ് വോൾട്ടേജ് സെറ്റ് ചെയ്യാം. ഇതിൽ അഡാപ്റ്റർ ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ ഇൻപുട്ടിൽ 19 വോൾട്ട് 8.8 വോൾട്ട് വരുന്നുണ്ട്.
ഇനി ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ചെക്ക് ചെയ്തോ. ഔട്ട്പുട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഔട്ട്പുട്ടിലൊരു 13.8 വോൾട്ടിൽ സെറ്റ് ചെയ്യണം. വോൾട്ടേജ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കേസിനകത്തോട്ട് ഇത് കയറ്റി വയ്ക്കാം. വയറെല്ലാം സൈഡിൽ ഒതുക്കി വയ്ക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാനൽ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.